ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പൊട്ടറ്റോ വെച്ച് ഒരു ക്രിസ്പി സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ നമ്മൾ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. മാഷ്ഡ് പൊട്ടറ്റോസ് ആണ്. അപ്പോൾ നമ്മൾ ഫോർക്ക് വെച്ചോ കൈ വെച്ചോ അടിപൊളിയായിട്ട് മാഷ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത് മാഷ്ഡ് പൊട്ടറ്റോ ആണ്. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ അളവിന് ചേർക്കുക. പിന്നെ കുറച്ച് ഗരം മസാല ചേർക്കുക. അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം, പക്ഷെ വല്ലാതെ കൂടി പോകരുത്. പിന്നെ നമ്മൾ മുളക് പൊടിയാണ് എടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അടിപൊളി ഞങ്ങൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഫോർക്ക് വെച്ച് കുഴച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലത്. പിന്നെ കുറച്ച് അരിപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. അരിപ്പൊടി ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കോൺഫ്ലോറാണ് ചേർക്കുന്നത്. അതും ഇങ്ങനെ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. രണ്ടും കൂടി നല്ല ക്രിസ്പി ആവും. എന്നിട്ട് നമ്മൾ എല്ലാം ഫോർക്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇങ്ങനെ മിക്സ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത് ഡോ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അതിനെ കുഞ്ഞു കുഞ്ഞു ഉരുളയായിട്ട് നമുക്ക് ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ പരത്തിയെടുക്കാം. ഞങ്ങൾ അങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളതൊരു ഫോർക്ക് വെച്ച് ഒരു ബോൾ ഇതിങ്ങനെ ഗ്രിൽഡ് പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു പാത്രം ഇത് ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ എണ്ണ ഇട്ടിട്ട് ഇത് മെല്ലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഒരു 12 ഉണ്ടാക്കിയത് ഒരുമിച്ചാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ക്രിസ്പി ഫ്രൈ ആയിട്ടുണ്ടാകും. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം കേട്ടോ ഇടയ്ക്ക്. കണ്ട ഇങ്ങനത്തെ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു അറിയാൻ പറ്റുമല്ലോ. ഇങ്ങനത്തെ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. നല്ല ക്രിസ്പി പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സക്സസ്ഫുള്ളി നമ്മുടെ പൊട്ടറ്റോ ബൈറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വൈകുന്നേരമൊക്കെ ശരിക്കും ഞാൻ മയോണൈസ് മുക്കി കഴിക്കുന്ന അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ എളുപ്പമുള്ള റെസിപ്പിയാണ്. അപ്പോൾ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.